പ്രിയപ്പെട്ടവരെ, വിട പറഞ്ഞത് ഇന്ത്യൻ സമസ്യകൾ നിർദ്ധാരണം ചെയ്യാൻ ശേഷിയുണ്ടായിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ ദേശീയ നേതാവായ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഉള്ള പിന്തുണയില്ലാതെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ SFIയുടെ അധ്യക്ഷനായി, പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും നന്നേ ചെറുപ്പത്തിലെത്തിയ സഖാക്കളുടെ സീത എന്ന സീതാറാം യെച്ചൂരി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ MN റോയിയെ കണ്ടപ്പോൾ പണ്ട് ലെനിൻ ചോദിച്ചിരുന്നു അത്രേ, നിങ്ങൾ ഇത്ര ചെറുപ്പമാണോ? 34-ാമത്തെ വയസ്സിലാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തുന്നത്. 40-ാമത്തെ വയസ്സിൽ 1992-ൽ CPMന്റെ പോളിറ്റ് ബ്യൂറോയിലെത്തി. 63-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി. യെച്ചൂരിയുടെ നഷ്ടം ഇടതിന് വലുതാണ്. ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടി പൊരുതുന്നവർക്കും സീതാറാം യെച്ചൂരിയുടെ ഈ വേർപാട് താങ്ങാനാവുന്നില്ല. അതിഥികളായി നമുക്കൊപ്പം മന്ത്രി P. രാജീവ് അല്പസമയത്തിനുള്ളിൽ ചേരും. മുൻ കേന്ദ്രമന്ത്രി KV തോമസ്, K. സുരേഷ് കുറുപ്പ് CPM അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ആദ്യം KV തോമസിലേക്ക്. തോമസ് മാഷേ, വിട പറയുന്നതൊരു കാലഘട്ടമാണ്. ആശയ വ്യക്തത കൊണ്ട്, ഇന്ത്യ എന്ന ആശയത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻപിൽ നിന്ന പ്രായോഗിക ബുദ്ധി കൊണ്ട് നമ്മളെ ആകെ വിസ്മയിപ്പിച്ചൊരു നേതാവിനെയാണ് നഷ്ടപ്പെടുന്നത്. ഇടതുപക്ഷത്തിനു വേണ്ടി കേന്ദ്രത്തിൽ സംസാരിക്കുക മാത്രമല്ല, ഇടതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഖ്യകക്ഷികൾക്കുമൊപ്പം ആ ഇടതിൻ്റെ പാളയത്തിലേക്ക് അത്രമേൽ ആശയവ്യക്തതയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിച്ചൊരു നേതാവിനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എനിക്കറിയാം, തോമസ് മാഷുമായി വലിയ സൗഹൃദം യെച്ചൂരിക്കുണ്ടായിരുന്നു. അതിനുമപ്പുറം UPA സർക്കാരിൻ്റെ കാലത്ത് കോർഡിനേഷൻ കമ്മിറ്റി നിയന്ത്രിക്കുന്നതിൽ, അന്ന് UPA യാഥാർത്ഥ്യമാക്കുന്നതിലൊക്കെ യെച്ചൂരി വഹിച്ച പങ്ക് ചെറുതല്ലല്ലോ തോമസ് മാഷെ. എങ്ങനെ ഓർമ്മിക്കുന്നു? ഞാൻ 1984-ലാണ് 8ാം ലോകസഭയിൽ അംഗമായി ചെല്ലുന്നത്. അന്ന് ഇന്ദ്രജിത് ഗുപ്തയെ പോലെയുള്ള അതിപ്രഗത്ഭരായ പാർലമെൻറ്റുകാരുള്ളത്. അതിലൊരാളായിരുന്നു യെച്ചൂരി. യെച്ചൂരി രാജ്യസഭയിലായിരുന്നു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഓരോ നേതാക്കന്മാർക്കൊരു കോർണറുണ്ട്. GK മൂപ്പനാർ കോർണർ, യെച്ചൂരി കോർണർ, ഇന്ദ്രജിത് ഗുപ്ത എന്ന് പറഞ്ഞ് ഒരു അവർ ഫേക്കുകളാകും. അവിടെയാണ് ഞങ്ങൾ അവരെ കാണുന്നത്. യെച്ചൂരി അടുത്ത് എന്നാൽ ഒരു കാപ്പി, ഒരു ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ് കിട്ടും. ദീർഘനേരം സംസാരിക്കാൻ കഴിയും. ഒരു പുഷ്പം ആകെയുള്ളത് സിഗരറ്റ് ഇങ്ങനെ തുടരെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട്. സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരുന്ന കാലഘട്ടത്തിൽ പാർലമെൻറ്റിലെ പുകവലി പാടില്ല എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഞങ്ങളെ കുറേ പേര് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, യെച്ചൂരിയെ പോലുള്ള കുറേ ആളുകളുണ്ട്, അവർക്കിത് വലിക്കാതിരിക്കാൻ നിവൃത്തി. അപ്പോൾ അന്ന് വരാന്തയെ പോലും വലിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട്. അവസാനം സമ്മതിച്ച് യെച്ചൂരിക്ക് ആ കോർണറിൽ നിന്ന് വലിക്കാൻ കഴിയും. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് എടുക്കുന്ന ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതിനൊരു വ്യക്തത, അത് അനലൈസ് ചെയ്യാൻ കഴിവുള്ളൊരു കാഴ്ചപ്പാട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട ബാധ്യത എനിക്കായിരുന്നു. സോണിയാഗാന്ധിയുടെ പെറ്റ് പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ രാഷ്ട്രീയ തലത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നു. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM നിലപാട് യൂണിവേഴ്സൽ റേഷനിങ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സബ്സിഡൈസ്ഡ് ഭക്ഷണം കൊടുക്കണം, അത് നിയമപരമായി അവർക്ക് കിട്ടണം എന്ന് ഉറപ്പുവരുത്തണം. അന്ന് വൃന്ദക്കാരായിട്ടാണ് വരുന്നത് ചർച്ചയ്ക്ക്. അവർ വളരെ കർക്കശമാണ്. അപ്പോൾ ഞാനന്ന് അഹമ്മദ് പട്ടേലാണ് എന്നെ സഹായിക്കുക ഈ കാര്യത്തിലൊക്കെ, രാഷ്ട്രീയമായ സഹായം അഹമ്മദ് പട്ടേൽ. ഞാൻ അഹമ്മദ് പട്ടേലിനോട് പറഞ്ഞു, സംഗതി മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ, ഒരു പരിഹാരം വേണ്ടേ. അപ്പോൾ സോണിയാജിയാണ് പറഞ്ഞത്, നിങ്ങൾ യെച്ചൂരിയെ കാണും. അങ്ങനെ ഞങ്ങൾ യെച്ചൂരിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ആശയം നല്ലതാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല.
33% ആൾക്ക് ഭക്ഷണം കൊടുക്കാം, പക്ഷേ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സബ്സിഡി 67% കൊടുക്കാൻ പറ്റും. അതിൻ്റെ കണക്കൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യം അത്ര വലിയൊരു ബാധ്യത ഏറ്റെടുക്കാൻ സാമ്പത്തികമായി. പിന്നെ ഇത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കണം, അത് ശേഖരിക്കണം, വിതരണം ചെയ്യണം, ഇങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ ശരി നമുക്ക് ആലോചിക്കാം. അങ്ങനെ അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരോട് സംസാരിച്ചിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അത് ലോക്സഭയിൽ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി പ്രസംഗിക്കുന്നത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയെ പ്രസംഗം കഴിഞ്ഞവർക്ക് നല്ല പനിയുണ്ട്. അതുകൊണ്ട് പ്രസംഗം കഴിഞ്ഞിട്ട് അവർ നേരെ ആശുപത്രിയിലേക്ക് പോയപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു തോമസിനെ സഹായിക്കാൻ സംവിധാനം ഉണ്ടാകണം. കാരണം വലിയ ചർച്ചയല്ലേ, യുനാനിമസായിട്ട് പാസ്സാക്കണം, തർക്കങ്ങൾ പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ യെച്ചൂരി വന്നു, അഹമ്മദ് പട്ടേൽ വന്നു, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലോക്സഭയിൽ പാസ്സാക്കി 8 മണിക്കൂർ നീണ്ട ചർച്ചയാണ്. പിറ്റേ ദിവസം രാജ്യസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കി. അപ്പോൾ ചില ഘട്ടങ്ങളിലേക്ക് ഇത് മാറ്റിവെക്കണം, നീട്ടിവെക്കണം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് സാധ്യമല്ല. ഇത് ഈ ഒറ്റ ഇരുത്തിൽ തീർക്കണം. അപ്പോൾ അത് പാസ്സാക്കിയെടുക്കാൻ യെച്ചൂരി നൽകിയ സഹായം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായത് ഇന്ത്യ മുന്നണി വന്നപ്പോൾ ഞാൻ സുഹൃത്തെന്ന യെച്ചൂരിയോട് ചോദിച്ചു, യെച്ചൂരി കേരളത്തിൽ നിന്ന് വേണം CPM ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കുറേ പേര് പാർലമെൻറ്റിലെത്താൻ. കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന കേരളത്തിൽ നിന്നാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി നയിക്കുന്നത് കോൺഗ്രസ്സാണ്. കേരളത്തിന് പുറത്ത് കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPM ഉൾപ്പെടെ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് പോകുമ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ? മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാൻ വരുക. അത് കോൺഗ്രസിനെ മെച്ചപ്പെടുത്തുകയും CPM ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദോഷകരമായി മാറുകയും ചെയ്യില്ല. അപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, നാം ആർക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? അത് രാഷ്ട്രീയ മതഭ്രാന്തിനെതിരായിട്ടാണ്, BJPക്കെതിരായിട്ടാണ്, ഏകാധിപത്യത്തിനെതിരായിട്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഫൈറ്റ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് വേണം. കോൺഗ്രസ്സാണ് എല്ലാ സ്ഥലത്തും വേരുള്ള പാർട്ടി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എല്ലായിടത്തും അല്ല, കേരളത്തിൽ കാണും, ബംഗാളിൽ കാണും, ത്രിപുരയിൽ കാണും. അതുകൊണ്ട് നമ്മൾ അതാണ് ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രശ്നങ്ങൾ അത് എങ്ങനെ പരിഹരിക്കണമെന്ന ബാധ്യത കോൺഗ്രസ്സിന് കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വളരെ ഉറച്ചൊരു തീരുമാനം അദ്ദേഹം എടുത്തു. അതുകൊണ്ടാണ് ഈ മുന്നണി സംവിധാനം തോമസ് മാഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാവുന്ന കാലം മുതൽ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെയൊക്കെ പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്ന ഘട്ടത്തിലടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനും അപ്പുറം ഇടതുപക്ഷത്തേക്ക് ചേരാൻ സാധ്യതയുള്ള കോൺഗ്രസ് ആണെങ്കിലും മറ്റു കക്ഷികളാണെങ്കിലും ശരി, നമുക്കറിയാവുന്ന പോലെ 90-ൻ്റെ അവസാന പാദങ്ങളിലുള്ള ആ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കുത്തൊഴുക്കിൽ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിലയുറപ്പിച്ചവരോട് സംസാരിക്കുകയും അവരെ അതിലേക്ക് നയിക്കുകയും ചെയ്തൊരു നേതാവ് കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു കൊയിലേഷൻ കോർഡിനേറ്റർ കൂടി ആയിരുന്നിരിക്കണം നമ്മളുടെ സീതാറാം യെച്ചൂരി. എത്രയെത്ര മനുഷ്യരുമായി സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ എന്ന ആശയത്തെ, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യ എന്ന ആശയത്തെ പരിചയപ്പെടുത്തിയ നേതാവാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത്. പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നത് സീതാറാം യെച്ചൂരിയും പി ചിദംബരവും കൂടി ചേർന്നിരുന്നു കൊണ്ടാണ്. അത് UPA-യുടെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, അതിൻ്റെ മുൻനിരയിൽ, കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ ഇടതുപക്ഷത്ത് ചേരാൻ ഉദ്ദേശിക്കുന്ന സഖ്യകക്ഷികളുമായി ആശയവിനിമയം നടത്തുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാത്ത ഒരു നേതാവ് അതായിരുന്നു സീതാറാം യെച്ചൂരി എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ആ ഒരു കാലം കഴിയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നത്, അല്ലേ തോമസ് മാഷേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു. കൂടെ നിൽക്കുന്നവരെ സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കോവിഡ് വന്ന് മരിച്ചപ്പോൾ ഞാൻ കേരളത്തിലാണ്, ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തി. പിന്നീട് ഞാൻ ഡൽഹി വന്നപ്പോൾ ഒരു മഴയുള്ള ദിവസമാണ്, ഞാനൊന്ന് കാണട്ടെ, എന്നാൽ മാഷ് പാർലമെൻറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ നല്ല കോരിച്ചു എന്ന് മഴയാണ്. നമ്മൾ മഴയെ അങ്ങോട്ട് വരാൻ പറ്റില്ല, എന്നാൽ AKG സെൻറ്ററിൽ വരും. ഞങ്ങൾ അവിടെ പോയി ഞാൻ കണ്ടു, സംസാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം വാർത്ത വന്നപ്പോൾ ഞാൻ CPM-ൽ ചേരാൻ പോകുന്നു, അതിന് യെച്ചൂരിയെ കാണാൻ പോയിരുന്നു, വലിയ വാർത്ത വന്നു. ഞങ്ങൾ ഒന്നിച്ച് കാപ്പി കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വാർത്ത വന്നു. അപ്പോൾ എന്നോട് മാഷിന് വ്യക്തതയുണ്ട്, എനിക്കും വ്യക്തതയുണ്ട്. ആളുകൾ എന്ത് വേണമെങ്കിലും മാഷിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് 2019 സീറ്റ് നിഷേധിക്കപ്പെട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ കണ്ണൂർ സമ്മേളനത്തിന് വിളിക്കുന്നത്. ഞാനതിന് പോകുന്നു. അപ്പോൾ എന്നോട് എന്താ, ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി ചെയ്യണം എനിക്ക്, അല്ലാതെ ചുമ്മാ നിൽക്കാൻ പറ്റുമോ? എനിക്ക് പാർട്ടി ചേരാനൊക്കത്തില്ല, CPM ചേരാനും മറ്റൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാനൊരു കോൺഗ്രസ്സുകാരൻ ജനിച്ചു.
മാഷിനെ ഈ ഇടതുപാളയത്തിലേക്ക് അടുപ്പിച്ചത് യഥാർത്ഥത്തിൽ യെച്ചൂരി കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും യെച്ചൂരിയുണ്ട്. അതോടൊപ്പം ഞാൻ പാർട്ടിയിൽ ചേരണ്ട എന്ന് തീരുമാനിച്ചത് പിണറായി വിജയൻ കൂടിയാണ്. അവർ ആലോചിച്ചതിന് ശേഷം മാഷിൻ്റെ പരിചയം വെച്ച് പ്രയോജനപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിക്കുകയും പ്രത്യേകം വരികയും ചെയ്തത്. മാത്രമല്ല യെച്ചൂരി കേരളത്തിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം കൊച്ചിൻ ബിനാലേക്ക് വന്നപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണി മുതൽ നടന്ന് ഇത് മുഴുവൻ കണ്ടിട്ട് ചുള്ളിക്കൽ ആബാദ് ഹോട്ടലിൽ പോയിട്ട് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ഭക്ഷണം വലിയ ഇഷ്ടമുള്ള ആളാണ്. അത് ടേസ്റ്റായിട്ട് പ്രത്യേകിച്ച് ഫിഷ് ഐറ്റംസ് കഴിക്കുന്നത് അത് കണ്ടതിന് ശേഷം വീണ്ടും വൈകുന്നേരമായപ്പോൾ യേശുദാസിൻ്റെ വീട്ടിൽ ആ മാവുള്ള വീട്ടിൽ പോയി അതെല്ലാം കണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് വന്ന് വാസ്കോഡിഗാമ സ്ക്വയറിൽ വന്ന് അവിടുത്തെ ആ പള്ളിയിൽ കയറി അതെല്ലാം കഴിഞ്ഞാൽ പോകുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ കുമ്പളങ്ങിയിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചു, ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ചോദിച്ചു, മാഷുണ്ട് നല്ല പാട്ട് പാടുന്നവരുണ്ട്, കർണാടിക് മ്യൂസിക്. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിച്ച് എൻ്റെ മകളോട് പറയുമ്പോൾ പാടുന്നവരുണ്ട്. അപ്പോൾ പറഞ്ഞു 3/4 മണിക്കൂർ പാടിക്കോട്ടെ. പക്ഷെ അവർ പാടി വന്ന് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് 1.5 മണിക്കൂർ പാടി. അപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ കർണാടിക് മ്യൂസിക് പാടുന്ന ഭാഗവതന്മാരുടെ ഗ്രാമമാണ്, ഞങ്ങൾക്ക് ഒത്തിരി ഭാഗവതന്മാരൊക്കെ ഉണ്ട്, അവർ പാടിക്കോളും. അതുപോലെ രാത്രി ഇരുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ കരിമീൻ പൊള്ളിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വാഴയിലെ കരിമീൻ അത് കഴിച്ചു. രാവിലെ നൂലപ്പവും മുട്ടക്കറിയും ഒക്കെ കൂടി കഴിയും. അങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വളരെ സന്തോഷം. അതുമാത്രമല്ല നമ്മുടെ സുഹൃത്താണ്. അന്ന് അദ്ദേഹം താമസിക്കുന്ന ദിവസം രാത്രി ആയപ്പോൾ എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നു. എന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മകൻ കൊണ്ടുപോയപ്പോൾ നേരെ പിടിച്ചു, മാസ്ക് എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് എനിക്കൊരു നെഞ്ചുവേദന വന്നു, രാത്രി തന്നെ പോയി ചെക്കപ്പൊക്കെ എടുത്ത് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങളിലും. അതുപോലെ ഞങ്ങൾ ചൂണ്ടയിടാൻ പോയി. അന്നത് വാർത്തയായിരുന്നു, തോമസ് മാഷൻ ചൂണ്ടയിട്ട് യെച്ചൂരിയും ബേബിയും കൂടി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹം ആസ്വദിച്ച ഒരാളാണ്. ഞാൻ വിളിച്ചാൽ തന്നെ ഞാനൊരു പ്രത്യേക ഇത്രയും വലിയൊരാളല്ലേ, വിളിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോൺ എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അതൊരു വലിയ മഹത്വമായിരുന്നു അദ്ദേഹത്തിന്. എനിക്കൊന്നു നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് സാഹിത്യമൊക്കെ വായിച്ച് അതിൽ ആകൃഷ്ടരാകുന്ന മനുഷ്യർ സ്വപ്നം കാണുന്നൊരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിജീവിയുടെ എന്നാൽ പ്രായോഗിക രാഷ്ട്രീയ നേതാവിൻ്റെ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നു. ഒരു തരത്തിൽ അരാജകത്വത്തെ ഇഷ്ടപ്പെടുകയും അതേസമയം തന്നെ ചെയ്യുന്നതിനെല്ലാം കൃത്യമായ ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാവുകയും ആ ആശയദൃഢതയിൽ നിന്ന് പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചതിനെ സംയോജിപ്പിക്കുകയും ചെയ്തൊരു നേതാവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ജ്യോതി ബസുവിൻ്റെ അന്നത്തെ അവസര നഷ്ടം. ചരിത്രത്തിൽ പിന്നീട് ഒരിക്കലും CPM-ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് അങ്ങനൊരു ക്ഷണക്കത്ത് കിട്ടില്ല. ആ അവസരം നമ്മൾ പാഴാക്കിയിരുന്നു. അതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ പ്രകാശ് കാരാട്ട് അടക്കമുള്ളവരുടെ വലിയ പ്രത്യയശാസ്ത്ര ശാഠ്യമായിരുന്നുവെന്നും ആ സമയത്ത് ഇദ്ദേഹമായിരുന്നുവെങ്കിൽ, സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ മറിച്ചൊരവസരം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാഷു അങ്ങനെയൊക്കെ കേട്ടിരുന്നു? കാരണം അതൊരു വലിയൊരു അവസരമായിരുന്നു. അതൊന്ന്. രണ്ടാമത്തത് 59 MP-മാരെന്ന് CPM-നുള്ളപ്പോൾ UP-യിൽ മന്ത്രിസ്ഥാനം സീതാറാം യെച്ചൂരിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ച് അദ്ദേഹം പുറത്തുനിന്ന് ഒരു സൈദ്ധാന്തിക നേതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക രാഷ്ട്രീയ വ്യക്തിത്വമായി നിന്ന് ദിശാബോധം നൽകിയ ആളാണ്. ഇതിലെങ്ങനെയാണ് മാഷ് കാണുന്നത് ജ്യോതി ബസുവിൻ്റെ ഒരു അവസരം നഷ്ടപ്പെടുന്നൊരു ഘട്ടം? അത് വലിയ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ബസു തന്നെ പിന്നീട് പറയുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം പിന്നീട് പാർട്ടിയിൽ പലരും ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു കൃത്യമായ വ്യക്തതയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തത ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പാർട്ടി എടുക്കുന്നൊരു തീരുമാനത്തിൽ അതിന് പറയില്ല. ആ തീരുമാനം എടുക്കുന്നത് വരെ സ്വതന്ത്രമായ അഭിപ്രായം പറയും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ സെൻട്രൽ ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഈ കോർണറിൽ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിലെ MP-മാർ വരിക, DMK MP-മാർ. അവർ പറഞ്ഞു, യെച്ചൂരി, യു ഹാവ് ടു കം ടു ദ പാർലമെൻറ്റ്. ഇഫ് യുവർ പാർട്ടി ഈസ് നോട്ട് എഗ്രീയിങ് വി വിൽ ഗിവ് യു എ സീറ്റ്. ഞങ്ങൾ തരാം. കോൺഗ്രസ് തന്നെ അന്ന് പറഞ്ഞില്ല, വെസ്റ്റ് ബംഗാളിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാർട്ടിക്കാരനാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ 2 ടേമേ ഇരിക്കാൻ പാടും ആരായാലും. അപ്പോൾ അതെനിക്ക് ബാധകമാണ്. അതുകൊണ്ട് നിങ്ങളീ പറയുന്ന എന്നെ വിളിച്ചതിന് സ്വാഗതം ചെയ്തതിന് നന്ദി, പക്ഷേ എനിക്കത് വരാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകും. ഈ BJP ഗവൺമെൻറ്റിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട്, അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പാർലമെൻറ്റിലുള്ള സന്ദർഭങ്ങളിലെല്ലാം യെച്ചൂരി വരും. ഒരു 11 കഴിയുമ്പോൾ അദ്ദേഹം വരും, അവിടെ ഇരുന്ന് കാപ്പി കുടിക്കും. 12 മണിക്ക് ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ എല്ലാവരും അവിടെ വരും. അതിനുവേണ്ടി ഈ 11 മണിക്ക് തന്നെ വന്ന് കാപ്പി കുടിച്ചിരിക്കുന്നത് വളരെ സരസമായി സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും.
ഇപ്പോൾ പുതുതായിട്ട് വരുന്ന MP മാരോടൊക്കെ പറയും, നിങ്ങൾ കൃത്യസമയത്ത് വരണം, രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകുന്നേരം തീരുന്നവരെ ഇരിക്കണം, ഇത് പഠിക്കണം, ലൈബ്രറി ഉപയോഗിക്കണം. അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. എന്ത് പുസ്തകം കിട്ടിയാലും അതൊക്കെ വായിച്ച് നോക്കി പഠിച്ച് കൂടെയുള്ളവർക്ക് നന്നായ നിർദ്ദേശം. പല കാര്യത്തിലൊക്കെ എനിക്ക് തന്നെ വ്യക്തിപരമായ പ്രശ്നം ഇതാ വേണ്ടത്, എൻ്റെ അഭിപ്രായം ഇതാണ്, ഇങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് വ്യക്തതയോട് പറയാൻ കഴിയുന്ന ഒരു സുഹൃത്താണ് യെച്ചൂരി. മറഞ്ഞത് പ്രയോഗവും സിദ്ധാന്തവും അസാമാന്യമായ ഭാവനയും കൈമുതലായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇന്ത്യ എന്ന ആശയത്തെ അത്രമേൽ തൊട്ടെറിഞ്ഞ നേതാവ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയഗതികളിൽ ഓരോ ഇടങ്ങളിലും അത് ഇന്ത്യൻ സമസ്യയുമായി ചേർത്തുവെക്കുന്നതിൽ വിജയം കണ്ട നേതാവ്. പക്ഷേ ഇന്ത്യ എന്ന ആശയത്തിന് കാലം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാലത്ത് നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കൊപ്പം KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി, മന്ത്രി P രാജീവ് എന്നിവരാണ് ഉള്ളത്. മന്ത്രി P രാജീവ് നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, തീർച്ചയായും അങ്ങേ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു നേതാവായിരിക്കും സീതാറാം യെച്ചൂരി എന്നത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. കാരണം നിങ്ങളുടെയൊക്കെ ഒരു പെരുമാറ്റത്തിലൊരു ഒരുതരം സാമ്യത കാണാറുണ്ട്. പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ആ വ്യക്തത ഉള്ളപ്പോഴും ഭാവനയും പ്രായോഗികതയും അതൊട്ടും നഷ്ടപ്പെടുന്നുമില്ല എന്നതാണ്. മികച്ച പാർലമെൻറ്റേറിയൻ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലും കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ജ്ഞാനം, അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാനുള്ള വൈഭവം, ഇടതുമുന്നണിയിലേക്ക് മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപാരമായ രസതന്ത്രം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയും നമ്മുടെ രാജ്യവും വലിയ നിർണായകമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രമേൽ വലുതാണ് മിനിസ്റ്റർ P രാജീവ്? അത് ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ രാജ്യം, അതുപോലെ ഇന്ത്യ സംവിധാനം, ഇടതുപക്ഷം, CPIM എല്ലാം ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ സീതാറാമിനെ പോലൊരു നേതാവ്, എല്ലാ തരത്തിലും ഈ പറഞ്ഞ സവിശേഷമായ കഴിവുകളുള്ള ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും സ്വീകാര്യതയുള്ളൊരു നേതാവ്, തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾക്കകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സവിശേഷമായ കഴിവുള്ളൊരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകൾ വളരെ അത്യാവശ്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കിപ്പോൾ സഖാവിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത ഒരു ശൂന്യതയുടെ ആഴം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ, ആശയമണ്ഡലത്തിലെല്ലാം അത് സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഖാവ് സീതാറാമുമായിട്ട് ദീർഘകാലത്തെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അത് രാജ്യസഭാംഗമായി അദ്ദേഹം ലീഡറും ഞാൻ ഡെപ്യൂട്ടി ലീഡറുമായി പ്രവർത്തിച്ച കാലം മാത്രമല്ല, കഴിഞ്ഞൊരു 3 ദശകത്തോളം കേരളത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി സമ്മേളനങ്ങളിൽ, റിപ്പോർട്ടിങ്ങുകളിൽ, പൊതുയോഗങ്ങളിലെല്ലാം സഞ്ചരിച്ച ഒരു കാലം, അതിലെല്ലാം ഉണ്ടായിട്ടുള്ള ആഴത്തിലുള്ള ആത്മബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ച ഭാഗങ്ങളെല്ലാം വളരെ ശരിയാണ്. തൻ്റെ പ്രത്യയശാസ്ത്രത്തിനുള്ള ആഴത്തിലുള്ള അറിവ്, എന്നാൽ മാർക്സിസം എന്നുള്ളത് പ്രയോഗിക്കാനുള്ളൊരു ശാസ്ത്രമാണ്. ആ പ്രയോഗത്താലോ നിരന്തരം ശക്തിപ്പെടേണ്ട സിദ്ധാന്തവുമാണ്. ഇത് ചിലർ പറയുക, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പ്രവർത്തിക്കാർ വൈരുദ്ധ്യമില്ലേ? യഥാർത്ഥത്തിലൊരു വൈരുദ്ധ്യമല്ല, അതാണ് മാർക്സിസത്തിൻ്റെ സത്ത, ഹൃദയം എന്നുള്ളത്. ആ ഹൃദയം ഉൾക്കൊണ്ട ഒരു ഓർഗാനിക് കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് സീതാറാം. അദ്ദേഹത്തെ പോലെ ഇത്രമാത്രം സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് രാഷ്ട്രീയ അടവുകൾ രൂപീകരിക്കുന്നതിൽ അത് പാർട്ടി അംഗങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ഉലഞ്ഞ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹമാണ് കലക്കത്തയിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആകെ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ചെന്നൈയിലെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രത്യയശാസ്ത്ര പ്രമേയം തകർന്നത് സോഷ്യലിസം അല്ല, സോവിയറ്റ് യൂണിയനാണ് എന്നും അതിൻ്റെ ഒരു തിരിച്ചടിയാണ് സോഷ്യലിസത്തിന് ഏറ്റത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ, എനിക്ക് തോന്നുന്നു 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. 40 ആകുമ്പോഴേക്കും അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിൽ അതെ അംഗമാകുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു, തുടർച്ചയിൽ അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാകുന്നു. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ധൈഷണിക നേതൃത്വമായും പ്രായോഗിക രൂപമായി മാറാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു MP ബാസവ പുന്നയുടെയൊക്കെ ഒരു പ്രത്യയശാസ്ത്ര തെളിമയുടെ തുടർച്ച, EMSൻ്റെ അതിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ച,
സഖാവ് സുർജിത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിഞ്ഞ പ്രവർത്തനങ്ങളുടെ തുടർച്ച, ഇതെല്ലാം ഒരാളിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരേ ഒരാൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. പാർട്ടി സഖാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില സംശയങ്ങളും അവർ പങ്കുവെച്ച ചില ആശയങ്ങളിൽ ഒരു കാര്യം എനിക്ക് സംശയം അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ സീതാറാം വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ മൂശയിൽ നിന്നാണല്ലോ. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് SFIയുടെ ദേശീയ തലത്തിലേക്ക് സംസ്ഥാന പദവികളൊന്നുമില്ലാതെ നേരിട്ട് ദേശീയ പദവിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതും ഏറ്റവും പ്രായം കുറഞ്ഞ കാലഘട്ടത്തിൽ. അന്ന് ഞാൻ കേട്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചത് പശ്ചിമ ബംഗാളിലെ ഏതൊരു മനുഷ്യനെയും നമ്മൾ സ്വാധീനിക്കാൻ ശേഷിയുള്ളത് അക്കാലഘട്ടങ്ങളിൽ ബംഗാളിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ JPയുടെ ആശയങ്ങളിൽ, പ്രത്യേകിച്ച് നവനിർമ്മാണ സിദ്ധാന്ത ആശയങ്ങളിൽ അദ്ദേഹം വളരെ ആകൃഷ്ടനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഈ UPA ആണെങ്കിലും ശരി, യുണൈറ്റഡ് ഫ്രണ്ട് ആണെങ്കിലും ശരി, കൂട്ടുകക്ഷി രാഷ്ട്രീയമാണെങ്കിലും ശരി, വിവിധ ഘടകകക്ഷികളെ ഈ ഇടതിൻ്റെ ചേരിയിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചത് ഈ JPയുമായിട്ടുള്ളൊരു പരിചയമായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്, കാരണം അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ JPയുമായി മാത്രമല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ചെറുപ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള ആശയഗതികളും അതുപോലെ നേതൃത്വവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആ കൊടുക്കൽ വാങ്ങലുകൾ അദ്ദേഹത്തെ രൂപപ്പെടുത്താൻ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്സിസത്തിൽ ആകൃഷ്ടനായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പ്രയോഗ രീതികൾ ഇപ്പോൾ നോക്കൂ, ഞാൻ മുംബൈയിൽ അദ്ദേഹത്തോടൊന്നിച്ചാണ് ഞാൻ ലോക സോഷ്യൽ ഫോറത്തിൽ പങ്കെടുത്തത്. അന്ന് അത് വേണോ വേണ്ടയോ, അതൊരു ഇടതുപക്ഷ വിരുദ്ധതയല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് സീതാറാമിനൊപ്പമാണ് ഞാൻ WSF മുംബൈയിൽ നടന്നപ്പോൾ പങ്കെടുത്തത്. അപ്പോൾ അതിലെല്ലാം അവതരിപ്പിച്ച ആശയങ്ങൾ ഈ പറഞ്ഞ ഒരു വിശാലമായ, നേരത്തെ അരുൺ സൂചിപ്പിച്ച് തന്നെയാണ് എൻ്റെ പ്രധാനം, ഇന്ത്യയുടെ സാഹചര്യത്തിൻ്റെ മനസ്സിലാക്കി ആ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ എങ്ങനെ മാർക്സിസത്തെ പ്രയോഗിക്കാൻ കഴിയും, അതിനനുസരിച്ച് രൂപങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും, അതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് ഈ സ്വീകാര്യതയെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഞാനതാ പറഞ്ഞു പോകുന്നത്, ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ എല്ലാവരും യോജിപ്പിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ എല്ലാവരും തിരയുന്ന ഒരാളെ ആയിരിക്കും. ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉള്ള സന്ദർഭത്തിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനം വന്ന 2014-15 ആ ഒരു വർഷം ഞാൻ പാർലമെൻറ്റിൻ്റെ അവസാന കാലമായിരുന്നു. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ഗുലാം നബി ആസാദാണ് LOP, അദ്ദേഹം വന്നിട്ട് വേറെ സിത എന്ന് ചോദിക്കും. കാരണം അപ്പോൾ എല്ലാവരും യോജിപ്പിക്കണം, എല്ലാവരുമായി സംസാരിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇദ്ദേഹത്തിന് എല്ലാവരുടെ അടുത്ത് സ്വീകാര്യതയും, ഭരണപക്ഷത്താകാം പ്രതിപക്ഷത്താകാം, കീരിയും പാമ്പും മൂലം വെക്കുന്ന ആളുകളാകാം, അവരോട് ഒന്നിച്ച് സംസാരിക്കാനായിട്ട് അവർ ഒന്നിച്ചിരുത്താൻ കഴിയുന്ന ഒരാൾ സീതാറാമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അത് എനിക്ക് തോന്നുന്നു 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഓർക്കുന്നുണ്ടാകുമല്ലോ, നന്ദി പ്രമേയം അവതരിപ്പിച്ചു. സീതാറാമും ഞാനും ചേർന്നാണ് ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്, അഴിമതി പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നില്ല. ആ പ്രമേയം ചരിത്രത്തിൽ ആദ്യമായി ഒരു നന്ദി പ്രമേയം ത്തിനുള്ള ഭേദഗതി വോട്ടിനിട്ടന്ന് രാജ്യസഭ പാസ്സാക്കിയുണ്ടായി. അപ്പോൾ പാർലമെൻറ്റ് സംവിധാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഞാൻ വിടവാങ്ങിയപ്പോൾ പുറത്ത് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞ്, ഞങ്ങൾ റൊണാൾഡിനെയോ പോലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ മെസ്സിയെ പോലെയോ പരസ്പരം ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താണ് പാർലമെൻറ്റ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു, എല്ലാവരുടെയും വിശ്വാസ്യതയും നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സീതാറാം. മിസ്റ്റർ പി രാജീവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു തുടക്കക്കാരൻ കൂടിയായിരുന്നല്ലോ ഇദ്ദേഹം. പ്രത്യേകിച്ച് ഒരു പക്ഷേ യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാവുന്ന സമയത്തെയോ അല്ലെങ്കിൽ UPയുടെയോ സാഹചര്യത്തെക്കാൾ അതിരൂക്ഷമായൊരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അത്രമേൽ പ്രത്യയശാസ്ത്ര വ്യക്തതയില്ലെങ്കിൽ പലപ്പോഴും പല ട്രാപ്പുകളിലും അണികൾ പോയി വീഴും. അദ്ദേഹം തന്നെ സഭയിൽ പ്രസംഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പലരും എഴുതി കണ്ടത്, എൻ്റെ പേരിൽ സീതയുണ്ട്, എൻ്റെ പേരിൽ റാമുണ്ട്, ഞാൻ വേദവും ഉപനിഷത്തുകളുമൊക്കെ പഠിച്ചാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ആർജവത്തോടുകൂടി പറയുകയും അത് കേവലം റെട്ടറിക്കല്ലാതെ അദ്ദേഹത്തിനത് പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സാംസ്കാരികമായ ദേശീയതയെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആശയങ്ങൾ വ്യക്തമായിട്ടും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ബാക്കിയുള്ള ഒരുപാട് സൈദ്ധാന്തികമായ പ്രയോഗങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാവാം, പക്ഷേ അത് സാധാരണക്കാരന് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നതല്ലേ സീതാറാം യെച്ചൂരിയെ വ്യത്യസ്തനാക്കുന്നതും ആ നഷ്ടം വലുതാക്കുന്നതും. അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം
അതിൻ്റെ ചരിത്രപരമായ വികാസം, ഇതെല്ലാം മനസ്സിലാക്കി എവിടെ എപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു പാർലമെൻറ്റിൽ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോട്ട് തയ്യാറാക്കി അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും പാർലമെൻറ്റിലോ നിയമസഭയിലോ പ്രസംഗിക്കാം. പക്ഷെ നിങ്ങൾ ഓരോ സമയത്ത് എങ്ങനെ ഇടപെടുന്നു, ആ ചട്ടങ്ങൾക്കകത്ത് നിന്ന് കൃത്യം സമയത്ത് മർമ്മത്ത് എങ്ങനെ അടിക്കാൻ പറ്റുന്നു, ഇതാണല്ലോ പ്രത്യേകത. ഈ പറഞ്ഞ പോലെയുള്ള അരുൺ പറഞ്ഞ ഞാൻ സീതയും രാമനും എന്നിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിന്നെ രാമായണത്തിന് എങ്ങനെ വ്യത്യസ്തമായ വെർഷനുകൾ വന്നു. ഇപ്പോൾ ഓണം, കേരളത്തിൽ ഓണം എങ്ങനെയാണ്, ഇവിടെ മഹാബലി വരുമ്പോൾ മറ്റു സ്ഥലത്ത് എങ്ങനെ വാമനനെ ആദരിക്കുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ എങ്ങനെ വൈവിധ്യങ്ങൾ നിൽക്കുന്നു, വിശ്വാസങ്ങളെ ബന്ധപ്പെട്ട വൈവിധ്യങ്ങൾ എങ്ങനെ നിൽക്കുന്നു, വിശ്വാസ സമൂഹവുമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്, അതിനോടുള്ള കണക്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. വിശ്വാസത്തെ എങ്ങനെ വർഗീയതയിൽ നിന്ന് വേർതിരിക്കാം, അതെല്ലാം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലെല്ലാം ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാകാം, അല്ലെങ്കിൽ ചരിത്ര പ്രശ്നമാകാം, നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, ഇതിലെല്ലാം അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ആ അറിവ് കൃത്യമായി ഇന്നത്തെ കാലവുമായി കണക്ട് ചെയ്യാൻ പറ്റും. അതിലാണ് സീതാറാമിൻ്റെ ഒരു പ്രത്യേകമായ കാര്യം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കണക്ട് ഉണ്ടല്ലോ, ആ കണക്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിലേക്ക് വരും. ഇപ്പം അംബേദ്കറുടെ തന്നെ 1 man 1 vote ഈക്വൽ വാല്യൂ എന്നുള്ളത് അദ്ദേഹം എത്രയോ മനോഹരമായി പാർലമെന്റിലേക്ക് പ്രസംഗിക്കുന്നത് ഞാൻ അന്നാണ് ആദ്യം അതിൻ്റെ ഒരു പ്രത്യേക മാനങ്ങൾ ശ്രദ്ധിച്ചത്. ഇതെല്ലാം തന്നെ നമുക്ക് സീതാറാമിൽ കാണാൻ കഴിയുന്ന ഗുണങ്ങളാണ്. അതാണ് അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ഞാൻ ഒന്ന് തോമസ് മാഷിലേക്ക് കൂടി ഇത് പോയിട്ട് വരട്ടെ. അതായത് തകർന്നത് സോവിയറ്റ് യൂണിയൻ മാത്രമാണ്, സോഷ്യലിസം അല്ല എന്ന് പറയുക, അത് വളരെ പെട്ടെന്ന് അധികം വൈകാതെ തന്നെ അണികളിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളിലും ആശങ്കയുണ്ടാക്കുമ്പോൾ ഇടപെടാൻ കഴിയുക, ഇത് തന്നെയാണ് ഒരു പക്ഷേ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ആ നിലപാടെടുക്കാൻ സാധിച്ചത്. കെ വി തോമസ് മാഷെ, UPയുടെ സമയത്തെ മാഷിൻ്റെ അനുഭവം പറഞ്ഞു, എങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ UPയിൽ നിന്ന് പാർട്ടി പുറത്തു പോകുന്നൊരു ഘട്ടമുണ്ടായല്ലോ, അതങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും. ഈ ആണവ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ തർക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഉണ്ടാവുന്ന സമയം, അതിനെ എങ്ങനെയാണ് അന്ന് സീതാറാം യെച്ചൂരി കണ്ടത്? ശരിക്കും സീതാറാം യെച്ചൂരി അതിൽ ഖിന്നനായിരുന്നോ? അതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഒരു വിയോജിപ്പുള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിരുന്നു? കാരണം ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് പിന്മാറുന്നത് മറ്റേതെങ്കിലും കക്ഷികൾക്ക് വളമായി ഒരാശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കതറിയില്ല, ഞാനത് പ്രകടിപ്പിച്ച് കണ്ടു എന്ന് ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. യെച്ചൂരിക്ക് അതിലും വിയോജിപ്പുണ്ടായിരുന്നു ആ കാര്യത്തിൽ? അദ്ദേഹം അതൊരു വ്യത്യസ്തമായി കണ്ടൊരാളാണ്. അമേരിക്കയുടെ ഈ അണ്വായുധ പോളിസി അതിനോട് യോജിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അമേരിക്ക ഒരു ഏകാധിപത്യ സ്വഭാവമാണ് പല കാര്യങ്ങളും എടുത്തിരുന്നത്. അതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ പിന്നീടും അത് അങ്ങനെ അന്നെടുത്ത തീരുമാനം, UP1 കാലഘട്ടത്തിലെടുത്ത തീരുമാനം തെറ്റാണെന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരും കൂടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആലോചിച്ച ശേഷം അന്നൊരു തീരുമാനം എടുത്തു. അന്ന് പ്രണാബ് ദാ ഉൾപ്പെടെ, ഞാനിന്ന് ഓർക്കണം, പ്രണാബ് ദാ പോലും പറഞ്ഞു അവിടെ ചെറിയ അപാകതകളുണ്ട്, അതുകൊണ്ടാണ് ലെഫ്റ്റ് പാർട്ടീസിൽ CPMനൊക്കെ ഇങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത്. പക്ഷെ പിന്നീട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, UPA2യിലും ഈ CPMനെ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകാമായിരുന്നു. ഇപ്പോൾ UP1 പ്രത്യേകത ഏതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി, റൈറ്റ് ടു ഇൻഫർമേഷൻ, UP2യിലേക്ക് റൈറ്റ് ടു ഫുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ UP2 ചെയ്യുമ്പോൾ അതിനൊരു ലെഫ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്രത്യേകിച്ച് യെച്ചൂരിയെ പോലുള്ളവരുടെ ഇൻഫ്ലുവൻസ് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് UP2 വന്നപ്പോൾ പ്രാപ്തയോട് പറഞ്ഞ ലെഫ്റ്റ് പാർട്ടീസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. പക്ഷേ അതുകൊണ്ടായിരിക്കണം പിന്നീട് വന്നപ്പോൾ 2014 വന്നു കഴിഞ്ഞപ്പോൾ BJP അധികാരത്തിലേക്ക് കടന്നു വരുവാണ് പല കാരണങ്ങളാൽ. അപ്പോൾ അത് ഈ UP1 UP2യിൽ കുറേ കൂടി ജനകീയമായ കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് കൊണ്ടുവന്നു, അത് 2013 കൊണ്ടുവന്നത്. ഇലക്ഷന് ഏതാനും തൊട്ട് മുമ്പാണ്. ആദ്യം തന്നെ ഞങ്ങൾ പറയാമായിരുന്നു നമുക്ക് ആദ്യം തന്നെ 2010 2011 കൊണ്ടുവരണം. പക്ഷേ ക്യാബിനറ്റിൽ തന്നെ, ഞാൻ പേരൊന്നും പറയുന്ന പലർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു. അവർ നടക്കുമോ, ഇത്രയും വലിയ സബ്സിഡി വഹിക്കാൻ കഴിയുമോ, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിക്കാൻ കഴിയുമോ, അത് ശേഖരിക്കാൻ കഴിയുമോ, അത് വിതരണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ടാണ് തർക്കിച്ച് 2013 പോയത്. അപ്പം അവിടെയൊക്കെയാണ് നാം കാണുന്നൊരു പ്രത്യേകത. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന പ്രോപ്പർ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എടുക്കുന്ന ഒരു സമീപനം പലപ്പോഴും, ഞാൻ പേര് പറഞ്ഞ ചില ധനകാര്യമന്ത്രിമാർ ഒക്കെ അവർ പറയുന്നത് ഇന്ത്യ തകരുവാണ്, സാമ്പത്തിക പ്രശ്നത്തിലാണ്,
നാണയപ്പെരുപ്പമുണ്ടായിരിക്കുന്നു. ഡോളർ റുപ്പി അനിന്ന് കൊടുക്കുന്ന ഒരു ക്യാബിനറ്റിൽ അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ചിദംബരം പറഞ്ഞ ഡോളർ ഫ്ലക്ച്വേഷൻ വന്നിരിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, വേൾഡ് ബാങ്ക് പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടുള്ള ചർച്ചകളിലൊക്കെ ഈ ലെഫ്റ്റ് പാർട്ടികളുടെ കൂടി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ UP2-ലും UP1-ൻ്റെ അവസാനം നിന്നിരുന്നെങ്കിൽ കുറച്ച് ഈ BJP ചിലപ്പോൾ അധികാരത്തിൽ വരാതിരിക്കുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. രാജീവ്, ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതൊരു ആശങ്കയാണ്. ഞാൻ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ ഉയർത്തുന്നൊരു ആശങ്ക, ഇനി ആരുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നാൽ കേന്ദ്രത്തിൽ കോൺഗ്രസുമായും നിതീഷ് കുമാറുമായും അതല്ലെങ്കിൽ തേജസ്വി യാദവുമായും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഇടതുപക്ഷത്ത് നിന്നും ഒരാൾ ആരുണ്ട് എന്നൊരു ചോദ്യം വളരെ വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എനിക്കൊന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്കയും അതാണ്. 5 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചു കേട്ടത്. അദ്ദേഹത്തിന് അസാമാന്യമായ പരിജ്ഞാനം, ഹിന്ദിയിലാണെങ്കിലും ശരി, തെലുങ്കിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ബംഗാളി ഭാഷയിലാണെങ്കിലും ശരിയുള്ള, മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ചാർമിനാർ സിഗരറ്റിൻ്റെ തുഞ്ചത്ത് ഇങ്ങനെ എരിയുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ വ്യക്തത മാത്രമല്ല, എന്തെങ്കിലും രാഷ്ട്രീയ വ്യക്തത ഒരു വിഷയത്തിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്ന് പല നേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ഐഡിയലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ്. ഒരു ആദർശാത്മകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളമുണ്ട്. ഉള്ളിൽ ഒരു അരക്ഷിതത്വത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹം ആവാഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാണെങ്കിലും ഒക്കെ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് നഷ്ടപ്പെടുന്നത്. ആ വാക്യത്തെ എങ്ങനെയാണ് ഇനി മറികടക്കാൻ കഴിയുക? ഭാഷയിൽ സംസാരിക്കുന്നു, ജനങ്ങളുമായി സംസാരിക്കുന്നു, നേതാക്കളുമായി ഏകോപിപ്പിക്കുന്നു, അതേസമയം തന്നെ വിവിധ സംസ്ഥാന ഘടകങ്ങൾക്ക് ആശയവ്യക്തതയോടുകൂടി കാര്യങ്ങൾ വിശദമാക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ വലിയ ചർച്ച ചെയ്ത വിഷയമാണ് കേരള ഘടകത്തിൻ്റെ നിലപാട്. അവിടെ സീതാറാം യെച്ചൂരി അവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇത് വ്യത്യസ്തമാണോ? പക്ഷേ യെച്ചൂരി സ്വീകരിച്ച നിലപാടായിരുന്നു ഒരർത്ഥത്തിൽ ശരി എന്ന് നമുക്ക് വിശാലമായ അർത്ഥത്തിൽ കാണേണ്ടി വരും. മിനിസ്റ്റർ പി രാജീവ്, അതിലിപ്പോൾ സീതാറാമിൻ്റെ ഒരു ഗുണം ഇത് തന്നെയാണ്. എല്ലാവരുമായിട്ടും തുല്യതയോടുകൂടി സംസാരിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് ഏത് പ്രശ്നവും അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാം. അത് ഒരു നല്ല ആത്മബന്ധം എല്ലാവരുമായിട്ടും, ഇപ്പോൾ പത്രക്കാരാകാം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാകാം. ഞാൻ SFI വിടുന്ന ഘട്ടത്തിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് 2000 അദ്ദേഹം വരികയുണ്ട്. അപ്പോൾ ന്യൂമോതൊറാക്സ് എന്നുള്ള അസുഖം, ന്യൂമോണിയുടെ തന്നെ വേറെ രൂപം. അപ്പോൾ അദ്ദേഹത്തിനോട് എൻ്റെ ഫാദറും ഇങ്ങനെ തന്നെയാണ്, അപ്പോൾ അന്ന് പുകവലിയുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ ഫാദർ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത്ര അന്ന് 2000 അപ്പോൾ അന്ന് പോലും നമ്മളെപ്പോലുള്ള ആളുകളെ ആ സന്ദർഭത്തിൽ വരാനും അതിൻ്റെ ആശ്വസിപ്പിക്കാനൊക്കെ അത്ര ഒരു ബന്ധം വിദ്യാർത്ഥി സഖാക്കളുമായിട്ട് പോലും അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ നമുക്കൊരു തെളിമ, ഒരു വ്യക്തത കിട്ടും. ഏത് സങ്കീർണമായ പ്രശ്നത്തെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കെട്ടഴിച്ച് തരാൻ കഴിയുന്ന ഒരു കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് പകരമാര്? ഈ ചോദ്യം എല്ലാ ഘട്ടത്തിലും എപ്പോഴും വരാം. നമുക്ക് ഓരോ ഘട്ടവും ഓരോ ചരിത്രം ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തിയെടുക്കും. അവരുടെ ഇപ്പോൾ ഈ നവരത്നങ്ങളായിരുന്നു CPM-ൻ്റെ രൂപീകരണ ഘട്ടത്തിലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അവർ പിക്ക് ചെയ്തെടുത്ത ഒരു നേതൃനിരയുണ്ടായിരുന്നു. ഇപ്പോൾ സീതാറാമും പ്രകാശിനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ തന്നെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് നേതൃനിരയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾ പോകുമ്പോൾ പെട്ടെന്നൊരു ശൂന്യത സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യ ജീവിതത്തിൽ അത്തരം വിടവാങ്ങലുകൾ എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അത് ഒരു കളക്റ്റീവ് പ്രവർത്തനത്തിലൂടെയാണ്. അതിന് പകരം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3-4 നേതൃനിരയിൽ ഉണ്ടായിരുന്നവരുടെ ഗുണങ്ങളെല്ലാം ഒന്നിലേക്ക് നമുക്ക് ചുരുക്കി കാണാൻ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സഖാവ് സീതാറാമാണെന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു ഔന്നത്യം എല്ലാ തലങ്ങളിലും ശൈക്ഷണികമായി, രാഷ്ട്രീയമായി അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളിലും ധീരമായി ഇടപെടുന്നതിൽ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അതിന് പെട്ടെന്ന് ഒരു പകരം എന്നുള്ളതല്ല, സാധാരണഗതിയിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുക. വളരെ കടുപ്പമുള്ള ഒരു അല്ലെങ്കിൽ ദുഷ്കരമായൊരു ദൗത്യമാണ് സഖാവ് സീതാറാമന് പെട്ടെന്ന് പകരം ഒരാളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി എപ്പോഴും കളക്റ്റീവായിട്ടാണ്, എല്ലാവരും കൂട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ ഈ സാഹചര്യത്തെ മറികടക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ള ഒരു വഴിയെന്ന്. സീതാറാം യെച്ചൂരിയുടെ നഷ്ടം വ്യക്തിപരമായി കൂടി ചില നേതാക്കൾക്ക് വല്ലാത്ത നഷ്ടവും വിടവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. മന്ത്രി പി രാജീവിലേക്ക് വരുന്നത് ഞാൻ ഒരിക്കൽ കൂടി തോമസ് മാഷിലേക്ക് വന്നാൽ, തോമസ് മാഷെ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്പോഴാണ് അദ്ദേഹത്തെ? ഈ കോവിഡിന് ശേഷം
മകൻ്റെ മരണശേഷം വല്ലാതെ ഉലഞ്ഞുപോയി യെച്ചൂരി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി സംസാരിക്കുന്നവരൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ മരണം ഒരു പേഴ്സണലായ വളരെ വ്യക്തിപരമായൊരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടാവാം അല്ലേ തോമസ് മാഷേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകനൊരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് തോന്നുന്നു സാധാരണയിൽ കൂടുതൽ യെച്ചൂരിയെ കുലച്ചതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം പലപ്പോഴും എപ്പോഴും ഊർജ്ജസ്വലനായി കാണുന്ന യെച്ചൂരി ആ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എന്തൊരു വേദന കണ്ടു. പക്ഷേ അതേ സന്ദർഭത്തിൽ ചലഞ്ചുകൾ വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വരും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഫെഡറലിസം തകർക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പേരിൽ കേരളം മുൻകൈയെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് ജന്തർ മന്ദിറിൽ സമരം പ്രഖ്യാപിച്ചു. ആ സമരം പ്രഖ്യാപിച്ച ആദ്യത്തെ നാളുകളിൽ അത് നടത്തുന്ന സംവിധാനം വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവസാനത്തെ 7 ദിവസം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വിളിച്ച് എന്നോട് പറഞ്ഞു ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെയാണ് പറഞ്ഞാൽ AK സെൻറ്ററിൽ പോയി യെച്ചൂരിയെ കണ്ടു, ഇവിടുത്തെ വിജയരാഘവനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ ടീമായിട്ടിറങ്ങി. ആ 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നടത്തണം. അപ്പോൾ അത് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് MA ബേബി വന്നു. ഞങ്ങൾ വലിയൊരു ടീമായിരുന്നു. കരീം സാഹിബ് ഉണ്ടായിരുന്നു. വലിയൊരു ടീമായിട്ട് ഇറങ്ങി അവസാനം മെറ്റിക്കുലസായിട്ട് കാര്യം ചെയ്യാൻ പറ്റി. ഉദാഹരണം തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങൾ നല്ല സ്റ്റേജ് അതിന് തലേ ദിവസം കർണാടക ഗവൺമെൻറ് അടുത്തത് പരാജയപ്പെട്ടു പോയി, അറേഞ്ച്മെൻറ്റ് ശരിയായില്ല. പക്ഷെ ഇത് ഗംഭീരമായിട്ട് ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, പ്രൊഫസറെ ഈ ഞങ്ങളൊക്കെ പ്രായമുള്ള ആളുകളാണ്, ഒന്ന് മൂത്രം ഒഴിക്കേണ്ടി വന്നാൽ കേരള ഹൗസിലേക്ക് നടന്നു പോകണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ 6 ടോയ്ലറ്റുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മാറ്റി വെച്ച അവിടെ ആൾ നിൽപ്പുണ്ട്. അത് തണുപ്പല്ലേ, ചായ വല്ലതും കിട്ടുമോ? ഞാൻ പറഞ്ഞു ചായയും പാക്കറ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത്ര ഭംഗിയായിട്ട് നിർത്തിയപ്പോൾ ഇതിൻ്റെ ഓരോ സമയത്തും യെച്ചൂരിയും ബേബിയും വിജയരാഘവനും ഞങ്ങൾ ഒരു വലിയ ടീം ആയിട്ട് നടത്താം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷേ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു, നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധാപൂർവം പോകുന്ന ഒരാളാണ്. മറ്റൊന്ന് എനിക്ക് ശ്രദ്ധ വന്നിട്ട് വിഴിഞ്ഞം പ്രോജക്റ്റാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്താണ് ഈ വിഴിഞ്ഞത്തിന് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്, അതിന് ശേഷം ഇത് നടപ്പിലാക്കുന്നു വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ചലഞ്ചസ് ഉണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിർത്തണം. അതുപോലെ ഇത് കേരളത്തിൻ്റെ വികസനത്തിൽ വളരെ ഗുണം ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അത് CM പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് ആരെയും പിടക്കാതെ എന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിണറായിക്ക് കഴിയും. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ ശക്തമായിട്ടും അത് പറയാനൊരു പശ്ചാത്തലം ഗെയിൽ പ്രോജക്റ്റാണ്. വൈപ്പിൻ ഗെയിൽ പ്രോജക്റ്റ് വന്നപ്പോഴും VS അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിക്കോ നടപ്പിലാക്കാൻ പറ്റുന്നത് പിണറായി വന്നപ്പോഴാണ് അത് നടപ്പിലാക്കുന്നത്. അത് ചില ഫോഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത്. അത് എന്നോട് ചോദിക്കും എന്താ സ്ഥിതി ഇവിടെ വൈപ്പിന്? ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ, ഞാനിത് കേരളത്തെക്കുറിച്ചാണ് പറയുന്നത്, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അന്വേഷിക്കും, ചോദിക്കും. അദ്ദേഹം മുൻകൂട്ടിയല്ല അത് കാണുന്നത്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ ഒരു അഭിപ്രായം പറയും, ചിലപ്പോൾ അഭിപ്രായം പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന്. ഓക്കെ മാഷേ, താങ്ക് യു. മാഷേ, മിസ്റ്റർ P. രാജീവ്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു സമാനത എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ വരവേൽപ്പ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. താങ്കളെ എങ്ങനെയാണ് പ്രതിപക്ഷത്തു നിന്നുള്ള MP-മാർ താങ്കളെ യാത്ര അയച്ചത്? സമാനമായ യാത്രയപ്പോൾ 2017 സീതാറാം യെച്ചൂരിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പഴയ വീഡിയോ എടുത്ത് നോക്കുമായിരുന്നു. ആ പഴയ വീഡിയോയിലെ പഴയ പ്രസംഗത്തിൽ എനിക്കൊന്ന് രാംഗോപാൽ യാദവ് ആണെന്ന് തോന്നുന്നു, സമാജ്വാദി പാർട്ടിയിലെ, അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിനെ കുറിച്ച് വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമതൊരു ടേം കൂടി ഈ മനുഷ്യന് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പാർട്ടി ഭരണഘടന ഒരു തടസ്സമാണെങ്കിൽ ഭരണഘടന തിരുത്തുന്നു, പാർട്ടി ഭരണഘടന തിരുത്തിക്കൂടെ എന്ന് സമാജ്വാദി പാർട്ടിയിലെ ഒരു അംഗം തന്നെ ചോദിക്കുന്നുണ്ട്. താങ്കൾ പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയുടെ പാത പിന്തുടർന്ന് പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ ഈ SFI പ്രസ്ഥാനത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ഒടുവിൽ നേരിട്ട് പാർലമെൻറ്റിലേക്ക് എത്തുകയാണ്. ആ ഘട്ടത്തിലൊക്കെ സീതാറാം യെച്ചൂരി എങ്ങനെയാണ് താങ്കളെ വ്യക്തിപരമായി സ്വാധീനിച്ചിരുന്നത്? നിങ്ങളുടെ വ്യക്തിപരമായ സൗഹൃദം ഏതെങ്കിലും രീതിയിൽ ഉപദേശങ്ങളായോ പ്രചോദനമായോ ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഖാക്കൾക്കും ഒക്കെ അറിയാൻ കൗതുകമുള്ളതായിരിക്കും. എങ്ങനെയായിരിക്കും അത് വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുണ്ടാവുക താങ്കളെ? അല്ല, സീതാറാമിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ ധൈര്യപൂർവ്വം കാര്യങ്ങൾ ഏൽപ്പിക്കും. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായി പിന്നീട് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആ ഘട്ടമാണ് എൻ്റെ പാർലമെൻ്ററി കാലം എന്നുള്ളത്. അപ്പോൾ രാവിലെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് എല്ലാം എന്നെ പങ്കെടുക്കാൻ പറയും. പിന്നെ കുറച്ച് നേരം അദ്ദേഹം രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് വന്നാൽ കുറച്ച് സമയം സഭയിലുണ്ടാകും. അത്യാവശ്യമായ വല്ല ചർച്ചകളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുണ്ടാകും. ബാക്കിയെല്ലാം പോകുമ്പോൾ തട്ടും. നമ്മളെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വെൽഡൻ
എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ പ്രശംസിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിരുന്നില്ല. എനിക്കൊന്ന് എൻ്റെ ഞാൻ പാർലമെൻറ്റിൽ നിന്ന് എൻ്റെ ടൈം കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അന്ന് ശരത് പവാർ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദ്യം അരുൺ ജെയ്റ്റ്ലി പറയുന്നത് നിങ്ങളിപ്പോൾ സീതാറാം ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലാണ്, അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സീതാറാം പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോരോ ചുമതലകളുണ്ട്. ഇപ്പോൾ അത് രാജീവിന് വേറൊരു ചുമതല സംഘടനാപരമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരത് പവാർ ചോദിക്കണം നിങ്ങൾ ഇനി സെക്രട്ടറിയാണല്ലോ, നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമോ? അപ്പോൾ സീതാറാം പറയുന്നത് ഇത് തന്നെയാണ്, പാർട്ടിയിലോ ചുമതലകൾ ഇങ്ങനെയാണ് വരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു വല്ലാത്ത എന്തെങ്കിലും കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനൊപ്പം ഒരാളുണ്ടാകും എന്നൊരു ധൈര്യം ഉണ്ടാകും. പിന്നെ ഏത് പ്രശ്നങ്ങളും പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു കരുത്ത് സഖാവ് സീതാറാം നൽകുമായിരുന്നു. ഞാൻ പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ ആദ്യം വരുന്ന ആളുകൾ ഒടുവിലത്തെ റോയിലേക്ക് വരെ കയറി ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. രാജ്യസഭയിൽ ലോകസഭ പോലെ അല്ലല്ലോ, റിട്ടയർ ചെയ്യുന്ന ആളുകൾ മുമ്പിലേക്ക് എത്തും. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ നേരത്തെ റിട്ടയർ ചെയ്ത ആളുടെ ഇവിടെ തന്നെ ഇരുന്നോളൂ, ഇപ്പോഴാണ് കുറേ കൂടി നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുക എന്ന് പറയുകയുണ്ടായി. കമ്മിറ്റി ചെയർമാനായി മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പാർലമെൻറ്റിൽ ഇത്രമാത്രം സ്വീകാര്യതയുള്ള മറ്റധികം നേതാക്കന്മാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗുരുദാസ് ഗുപ്തയൊക്കെ ഭയങ്കര ഫൈറ്ററായിരുന്നു, ഏത് പ്രശ്നം അറ്റം വരെ പോകും. പക്ഷേ സീതാറാമിൻ്റെ പ്രത്യേകത എതിരാളികൾ പോലും നിങ്ങളെ ആദരിക്കും. ആദരവോടുകൂടിയാണ് അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം വിയോജിക്കുന്നതും അതേ ആദരവോടുകൂടിയാണ്. ആ പ്രശ്നത്തെയാണ് അദ്ദേഹം വിയോജിക്കുന്നത്. ആ പ്രശ്നം ഉന്നയിച്ച വ്യക്തിയോടല്ല അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. ആ വിയോജിപ്പിന് ശേഷം അതേ സൗഹൃദത്തോടു കൂടി നിങ്ങൾക്ക് പെരുമാറാൻ കഴിയും. നമ്മുടെ ഒരു ധൈര്യവും സീതാറാമൻ്റെ മുൻപിൽ ഏത് വിയോജിപ്പും നമുക്ക് ശക്തമായി തന്നെ പ്രകടിപ്പിക്കാം. ആ വിയോജിപ്പിനുള്ള മറുപടി ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ വിയോജിപ്പിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തു വരും. അപ്പം അങ്ങനെയുള്ളൊരു ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു ഉയർന്ന തലം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കൊരു ഓർഗാനിക് കമ്മ്യൂണിസ്റ്റ് എന്നൊരു ജൈവ കമ്മ്യൂണിസ്റ്റ് എന്ന രൂപത്തിൽ എല്ലാ തലങ്ങളും, ഇപ്പോൾ കേംബ്രിഡ്ജിലെ ഹാർവാർഡിലെയോ അക്കാദമിക സമൂഹത്തോട് സംസാരിക്കുന്ന ഭാഷയിലല്ല അദ്ദേഹം തെരുവുകളിൽ സാധാരണ ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും എങ്ങനെ കണക്ട് ചെയ്യണം, അവരുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടണം എന്ന് കൃത്യമായിട്ട് സീതാറാമിന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 30 വർഷത്തോളം കേരളത്തിലുടനീളം അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ ഞാൻ അപ്പോഴാണ് പരിഭാഷപ്പെടുത്തിയത്. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോഴാണ് അദ്ദേഹത്തിന് കനത്ത ചുമയുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ചുമയുണ്ടായിരുന്നു. പാർട്ടി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് റിവ്യൂ എല്ലാം വിലയിരുത്തിയ ആ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര കമ്മിറ്റിയിലാണ് അദ്ദേഹത്തെ കണ്ടത്. പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ടൈം ഷെഡ്യൂൾ എല്ലാം തയ്യാറാക്കിയിരിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ശൂന്യതയുണ്ടാകും. ആ ശൂന്യതയെ എങ്ങനെ മറികടക്കാം എന്നതാണ് ഒന്നിച്ചോ ഒറ്റയ്ക്ക് കൂട്ടായോ നമ്മളെല്ലാം ശ്രമിക്കുന്നത്. താങ്ക് യു ശ്രീ പി രാജീവ്. വല്ലാത്തൊരു ശൂന്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുമുന്നണിയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്കറിയാവുന്നതുപോലെ ഈ ഏറ്റവും ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയത്തെ സാധ്യമാക്കിയ നേതാക്കളിൽ ഒരാളെയാണ് നഷ്ടമാവുന്നത്. താങ്കൾക്ക് ദീർഘകാല പരിചയമുണ്ടാകുമല്ലോ സീതാറാം യെച്ചൂരിയുമായി. പി രാജീവ് പറഞ്ഞതുപോലെ ഒരു വലിയ ശൂന്യത താങ്കൾക്കും അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്ക് ഒരു വലിയ ദുഃഖമുള്ള ദിവസമാണ്. ഞങ്ങളിൽ ഒരുമിച്ച് വിദ്യാർത്ഥി രംഗത്തും, ഞാൻ NSUയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അത് SFIയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി തലങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴെല്ലാം ആ വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സോവിയറ്റ് യൂണിയനിലേക്ക് പോയത് 2 ഡെലിഗേഷനെ നയിച്ചു കൊണ്ടുപോയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അഗാധമായ മാർക്സിയൻ ചിന്തകളിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അറിവ് എല്ലാ ചർച്ചകളിലും അത് പ്രതിഫലിക്കുമായിരുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ നേതൃരംഗത്തേക്ക് കടന്നു വന്നപ്പോഴും തികച്ചും ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ മതേതര ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അത് കോൺഗ്രസിനെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ടായിരിക്കണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അവസാനം വരെ ആ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. വാസ്തവത്തിൽ ഹർജിത് സിംഗ് സുർജിത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയം പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ നിലപാടാണ് അവസാനം ഇന്ത്യ മുന്നണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും രൂപീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം സീതാറാം യെച്ചൂരിക്ക് വലിയ പങ്കുണ്ട്.
അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടുള്ള വ്യക്തിബന്ധം ഇതെല്ലാം അതിന് സഹായകരമായിരുന്നു എന്നത് സത്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് രാജ്യത്തെ മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടുകൾ സ്വീകരിച്ചത്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്നതാണ് സത്യം. അപ്പൊ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. കേരളത്തിൽ വരുമ്പോഴും ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴും യാത്രകളിലും ഒക്കെ അദ്ദേഹവുമായിട്ട് ഇടപെട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതിനേക്കാളൊക്കെ ഉപരിയായി നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ് ശ്രീ സീതാറാം യെച്ചൂരിയെ ഞാൻ വിലയിരുത്തുന്നത്. അദ്ദേഹവുമായിട്ട് 10-35 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ വ്യക്തിപരമായ അടുപ്പം എന്നും കാത്തു സൂക്ഷിച്ചു എന്നത് ഞാൻ എടുത്തു പറയാൻ എനിക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കാൻ മറ്റന്നാൾ രാവിലെ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. കാരണം അവസാനമായി ഒരു നോക്ക് എന്റെ സുഹൃത്തിനെ കാണുക എന്റെ ഉത്തരവാദിത്തമായി. ചാർമിനാർ പുകച്ച് മുകളിലത്തെ ഷർട്ടിന്റെ ബട്ടണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വളരെ അലസനായി അല്ലേ, വളരെ സഹൃദയത്തോടുകൂടി നിൽക്കുന്ന. ഞാൻ എപ്പോഴും പറയുമ്പോ ഞങ്ങളൊക്കെ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അത് അവസാനിപ്പിച്ചു. പക്ഷേ സീതാറാം യെച്ചൂരി അവസാന കാലം വരെ സിഗരറ്റ് വലിച്ചിരുന്നു. എപ്പോഴും ഞാൻ പറയുവാൻ ഈ സിഗരറ്റ് വലി നിർത്തണം എന്നുള്ളത്. യോഗം നടക്കുന്നതിനിടെ വെളിയിലോട്ടിറങ്ങി ഒരു സിഗരറ്റ് വലിച്ചു വരും അദ്ദേഹം. അപ്പം അങ്ങനെ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകും. താങ്ക് യു. ശ്രീ കെ വി തോമസ്, മന്ത്രി പി രാജീവ്, രമേശ് ചെന്നിത്തല ഓർമ്മിച്ചതിനാണ്. ഇന്ത്യൻ സമസ്യകളിലേക്ക് മാർക്സിസത്തെ പരുവപ്പെടുത്തിയൊരു നേതാവിനെയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്. ആ പ്രയാണവും ആ പരിശ്രമവും പൂർണ്ണമാകുന്നതിനിടയിലാണ് സീതാറാം യെച്ചൂരി നഷ്ടപ്പെടുത്തുന്നത്. വല്ലാത്തൊരു ശൂന്യതയാണ് ഇടതുപക്ഷ ഹൃദയങ്ങളിലും ഇന്ത്യ മുന്നണി എന്ന ആശയത്തിനും മുന്നിലുള്ളത്.